കർണാടക ജില്ലയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയ ആളാണ് രഞ്ജിത്ത് ഇസ്രായേൽ. ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന ഈ ദുരന്തഭൂമിയിലെ രക്ഷകൻ തൻ്റെ അസാധാരണമായ ധൈര്യവും സേവനബോധവും കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. സൈന്യത്തിൽ ചേരണമെന്നാഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടയാളാണ്. 21 വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു സൈനിക സ്വപ്നങ്ങൾ തകർത്തത്. പിന്നീട് അസുഖം ഭേദമായപ്പോഴും പ്രായം അതിക്രമിച്ചു. പക്ഷേ സേവനമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ബാക്കിയായി. അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് രംഗത്തെത്തുന്നത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം, കേരളത്തിലെ പ്രളയം, കവളപ്പാറയിലെയും ഇടുക്കിയിലെയും ഉരുൾപൊട്ടൽ, തപോവൻ തുരങ്ക ദുരന്തം എന്നിങ്ങനെ അനവധി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ഏവരുടെയും മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്ന മലയാളിയാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് ദുരിതത്തിലുള്ളവരെ കൈത്താങ്ങുന്ന ഈ മലയാളിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭിമാനത്തിന്റെ പൂക്കൾ വിടരും. 33 വയസ്സുള്ള രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം സ്വദേശിയാണ്. വിതുര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ്, ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ്. പേരിനൊപ്പമുള്ള ഇസ്രായേൽ യഥാർത്ഥ ഇസ്രായേൽ രാജ്യവുമായി ബന്ധമില്ലെങ്കിലും ബൈബിൾ വിശ്വാസപ്രകാരമാണ് പേരിനൊപ്പം ഈ പേര് കൂടി ചേർത്തത്. ഇനിയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിനോടുള്ള താല്പര്യം കാരണം വിവാഹം മുടങ്ങാനും കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച രഞ്ജിത്ത് 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം പദവി നേടിയിട്ടുണ്ട്. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനവും നേടിയ ആളാണ്.